വേടനെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും ബിഗ് ബോസ് ജേതാവുമായ അഖിൽ മാരാർ രംഗത്ത് വന്നിരിക്കുന്നു. ആരാണ് യഥാർത്ഥത്തിൽ തങ്ങളുടെ ശത്രുവെന്ന് ദളിത് സമൂഹത്തിലുള്ളവർ 1000 തവണ ചിന്തിക്കണമെന്നും വേടനെ അയ്യങ്കാളിയോടൊപ്പമൊക്കെ വെച്ച് താരതമ്യം ചെയ്യുന്നത് കണ്ടു. എന്തിനാണ് ഇതൊക്കെയെന്നും ദളിതന്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേടൻ എന്ത് അടിസ്ഥാനത്തിലാണ് ദളിതന് വേണ്ടി സംസാരിച്ചതെന്ന് പറയുന്നത്? ഏത് സാഹചര്യത്തിൽ, ഏത് പോയിന്റിലാണ് വേടൻ ദളിതൻ സംസാരിച്ചത്? ഉമ്പായി കൂച്ചാണ്ട് പാണൻ കത്തണുമ്മ എന്ന് കലാഭവൻ മണി എഴുതി വെച്ചത് അയാളുടെ സ്വന്തം അവസ്ഥയാണ്. സ്വന്തം അനുഭവങ്ങളിലൂടെ കണ്ട കാഴ്ചകളാണ് കലാഭവൻ മണി എഴുതിയത്. അല്ലാതെ മറ്റു ലോകരാജ്യങ്ങളിൽ കണ്ട അവസ്ഥകളും നമ്മുടെ നാട്ടിലെ അവസ്ഥകളും എഴുതുമ്പോൾ മറ്റവൻ്റെ ദയനീയത വിറ്റ് ലക്ഷക്കണക്കിന് രൂപയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവരൊക്കെ PR വർക്ക് ചെയ്യാൻ വളരെ മിടുക്കരാണ്. ഇതൊക്കെ ചെയ്യാം, പക്ഷേ നന്മമരം കളിക്കരുത്. നേരത്തെ വേടനെ അനുകൂലിച്ചെഴുതിയ വ്യക്തിയാണ്. വേടനെ അല്ല കുറ്റം പറയുന്നത്, പൊതുസമൂഹത്തോടാണ് പറയുന്നത്. അയാൾ പാട്ടുകാരനാണ്, റാപ്പറാണ്. ആസ്വദിക്കാൻ ഒരു പുതുതലമുറയുണ്ട്. അത് അയാൾ നല്ല രീതിയിൽ ചെയ്യുന്നു. പുതുതലമുറയ്ക്ക് ജാതിയും നിറമൊന്നും വിഷയമല്ല, അവർക്ക് ആസ്വാദനമാണ് വലുത്. വേടനെ മുൻനിർത്തി ഇവിടുത്തെ ദളിത് സമൂഹത്തിൻ്റെ പ്രതിനിധിയാക്കി മാറ്റി അയ്യങ്കാളി പരിവേഷവും കൊടുത്ത് ആരാണ് കളിക്കുന്നത്? അടിസ്ഥാനപരമായ വേടൻ ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല. വേടൻ്റെ രാഷ്ട്രീയം നോക്കിപ്പോയാൽ അത് BJP-ക്കാർ പറയുന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കേണ്ടി വരും. അയാളിലൂടെ ജാതീയമായ ഭിന്നിപ്പിന് ശ്രമിക്കുന്നു. അഖിൽ, താങ്കൾക്ക് എന്തു പറ്റി? എന്നും ഇങ്ങനെ ഓരോന്നും വിളിച്ചു പറയുന്നത്? കാര്യം പിടികിട്ടി കേട്ടോ.